35 വർഷങ്ങൾക്ക് മുൻപ് ദി വണ്ടർ ഇയേഴ്സ് എന്ന ഹിറ്റ് പരിപാടിയിൽ മിന്നി കൂപ്പറിൻ്റെ വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഹോളിവുഡിലേക്ക് രംഗപ്രവേശനം നടത്തിയ ഡാനിക്ക മക്കല്ലർ തൻ്റെ ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് നടത്തിയ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നു. സ്റ്റേജ് കലാകാരി, അഭിനേത്രി, ഗ്രന്ഥരചയിതാവ് എന്നീ നിലകളിൽ തുടങ്ങിയ മക്കല്ലർ 1.5 വർഷങ്ങൾക്ക് മുൻപാണ് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചത്. എ റോയൽ ഡേറ്റ് ഫോർ ക്രിസ്മസ് എന്ന പുതിയ സിനിമയിൽ അഭിനയിച്ച മക്കല്ലർ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നത്. പരിശുദ്ധാത്മാവ് തന്നിലേക്ക് വന്നുവെന്ന് പറഞ്ഞ മക്കല്ലർ അപ്പോഴാണ് ക്രിസ്തുവിൽ താൻ അതിശയകരമായ സ്വാതന്ത്ര്യം കണ്ടെത്തിയെന്നും തുറന്നു പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 10 നടിയെ സുഹൃത്തായ കാൻഡസ് കാമറോൺ ഗുറെ ഒരു ഷോയിൽ പങ്കെടുക്കുവാൻ വിളിച്ചതോടെയാണ് മക്കല്ലറിൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പതിക്കുന്നത്. പിന്നീട് ബൈബിളിൽ നിന്നുള്ള ഒരു ഭാഗത്തെക്കുറിച്ച് ഇൻസ്റ്റാ സ്റ്റോറികളിൽ നിന്ന് വായിച്ചുവെന്നും തന്നെ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചുവെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. മക്കല്ലറിൻ്റെ ആത്മീയ യാത്രയുടെ തുടക്കത്തിൽ തന്നെ കാമറോൺ ഗുറെ അവൾക്ക് ഒരു ബൈബിൾ സമ്മാനിച്ചിരുന്നു. സുവിശേഷ സന്ദേശങ്ങൾ ഹൃദയത്തിൽ പ്രവേശിച്ചതോടെ അത് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അനുഭവമായി തീരുകയായിരുന്നു. അതെന്നെ സ്പർശിച്ചു, എല്ലാം എന്നെ സ്പർശിച്ചു. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വന്നു. എന്നെ സ്നേഹത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും ഒരു തിരമാല പോലെയാണ് അതെന്നെ സ്പർശിച്ചത്. ക്രൈസ്തവ വിശ്വാസം ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരു വിഭാഗമാണെന്നായിരുന്നു തൻ്റെ ധാരണ. എന്നാൽ ഇപ്പോൾ എനിക്ക് അത്ഭുതകരമായ സ്വാതന്ത്ര്യം തോന്നുന്നു. ഇത് മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്ന് തനിക്ക് തോന്നുകയാണെന്നും താരം വെളിപ്പെടുത്തി. വിശ്വാസപരമായി തനിക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ സഹായിച്ചത് ഗുറെ ആയിരുന്നെന്നും മക്കല്ലർ പറയുന്നു. ഞാൻ അനുഗ്രഹീതയായി. എൻ്റെ വിശ്വാസം പരസ്യമാക്കിയതുകൊണ്ട് നിങ്ങൾ വളരെ ധൈര്യമുള്ളവളാണെന്ന് ആളുകൾ എന്നോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ വിശ്വാസം ഏറ്റുപറയുന്നതിന് ധൈര്യം വേണ്ട. നിങ്ങൾ മനോഹരമായ ഒരു കാര്യം അനുഭവിക്കുമ്പോൾ എല്ലാവർക്കും അത് അനുഭവേദ്യമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. തനിക്ക് ലഭിച്ച ബൈബിൾ ഈ വർഷം തന്നെ മുഴുവൻ വായിച്ചു തീർക്കുവാനാണ് പദ്ധതിയെന്നും മക്കല്ലർ വെളിപ്പെടുത്തി.